കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു വിശപ്പ്, എന്തെങ്കിലും കഴിക്കണം തോന്നും. അപ്പം തപ്പി വന്നപ്പോൾ എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടു. എന്താണെന്നല്ലേ, പാനിപ്പൂരി. അപ്പം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ? ഇങ്ങനെ അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാൻ ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പിഞ്ച് അളവിന് മാത്രം നമ്മൾ ഉപ്പിട്ടാൽ മതി കേട്ടോ. അധികം ഒന്നും വേണ്ട. അത് മാത്രം ഇട്ട് കുക്കർ ഒരു 5 വിസിലിന് വേവിക്കാൻ വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്രീൻ പീസ് വെന്തുടഞ്ഞ് പോരുത് കേട്ടോ. പക്ഷേ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേഗം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പൂരി ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ആദ്യം വെച്ച സമയത്ത് എണ്ണ കാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം കേട്ടോ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. അങ്ങനെ എല്ലാ പൂരിയും ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പൂരിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാനി റെഡിയാക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്കൊരു 250 മില്ലി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മളെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ഒരു പാക്കറ്റ് കിട്ടും. ആ പാക്കറ്റ് മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി നന്നായി ഇളക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാൻ കേട്ടോ. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്നാൽ ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഞാനൊന്ന് പൊട്ടിച്ച് കുറച്ച് ടർമറിക് ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും കേട്ടോ, ഒരു ചെറിയ പാക്കറ്റ്. അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് പാനിയും കൂടി ആഡ് ചെയ്ത് വായിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യം പറയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുകയാണെന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. എനിക്ക് ആ പുളിവെള്ളം കുടിച്ചപ്പോൾ അങ്ങ് തരിച്ച് കയറി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.